29 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു. 28 CPM സ്ഥാനാർത്ഥികളും ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ കണ്ണൂരിൽ ഇരു പാർട്ടികൾക്കും വിമതശല്യം കുറവാണ്. സംസ്ഥാനത്ത് മറ്റൊരിടത്തുമില്ലാത്ത വിജയമാണ് കണ്ണൂരിൽ തിരഞ്ഞെടുപ്പിന് മുൻപേ CPM നേടിയത്. എതിർ സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ 28 CPM സ്ഥാനാർത്ഥികൾ മത്സരമില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. പെരിങ്ങളം ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചു. ഇനി മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണപ്പാച്ചിലിന്റെ ദിവസങ്ങളാണ്. കേരളത്തിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തും പിന്തുണയും നൽകും. ആ ശക്തിയാണ് ഞങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആവേശത്തിന്. ഞങ്ങളുടെ സഖാക്കൾ, LDFന്റെ പ്രവർത്തകന്മാര്, അവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആവേശത്തിന്റെ അടിസ്ഥാനം. CPMന്റെ കയ്യെത്തുണ്ടാകാം, റിഗ്ഗിംഗ് ഉണ്ടാവാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടന്നു പോകാനുള്ള ഒരു മാനസികമായ ആർജവത്വം കേരളത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കും. കണ്ണൂർ ജില്ലയിലെ എല്ലാ നഗരസഭയിലും ബിജെപിയുടെ പ്രാതിനിധ്യമായി ഇപ്പോൾ ഉള്ള നിലവിലുള്ള സ്ഥലത്ത് അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് 905 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 411 സ്ഥാനാർത്ഥികളും. 6 നഗരസഭകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5-ൽ 4-ഉം LDFന്റെ കോട്ടകളാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കണ്ണൂരിൽ വിമതശല്യം കുറവാണ് എന്നത് എല്ലാ പാർട്ടികൾക്കും പ്രചാരണത്തിന്റെ നാളുകളിൽ ആശ്വാസം നൽകുന്നു. മനോരമ ന്യൂസ്, കണ്ണൂർ.